എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയുന്നു? ഇതൊക്കെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയത്തില്ല. അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനൊരു വാക്തത്വം നമുക്ക് ലഭിച്ച എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. എൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ നിങ്ങൾ 1, 2, 3 പേർ ഒരുമിച്ച് കൂടിയാൽ ഐ വിൽ ബി ഇൻ ദ മസ്റ്റ്. ആമേൻ. ഞാനവിടെ മത്തി ഇറങ്ങി വരുമെന്ന് ഒരു ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? ആമേൻ. നമ്മളിന്ന് വായിച്ച സംഘം 4-ാമത്തെ വാക്കിനെ ശ്രദ്ധിച്ചായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ 84-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല, നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, ദൈവത്തിൻ്റെ ആലയത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ആകപ്പാടെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യം, ടു പ്രൈസ് ഹിം. ആമേൻ. ഹൃദയം തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കൊതിയുള്ള അത്ര പേരുണ്ട്. ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. How many can really feel the presence of God? തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടും. കൈ ഉയർത്തിച്ചാന്ന് പറയാമോ? തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലില്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഓ, ഇതുപോലില്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. ഹൃദയം തുറന്ന് പറയുന്ന എത്ര പേരുണ്ട്? തിരുമുൻപിൽ യാഗമാക്കുവാൻ അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ. We worship your holy name, Lord. We come unto thy holy presence, Lord. We thank you for thy mighty presence, Lord. യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. സ്വർഗസുഖ പീഠം വെടിഞ്ഞു. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നു? എന്നെ തേടി വന്നവനേ, തേജസ്സിന്റെ വസ്ത്രം ഒഴിഞ്ഞു, തന്നെ താൻ താഴ്ത്തിയോനേ. ഓ, സ്വർഗസുഖ പീഠം വെടിഞ്ഞു. എന്നെ തേടി വന്നവനേ,
തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞു തന്നെ താൻ താഴ്ത്തിയോനേ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി. കരവത്ത് പറയാമോ കർത്താവേ? ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി. ഓ തേജസ്സിന്റെ പൂർണ്ണനായി. തേജസ്സിൻ പൂർണ്ണനായി. ഓ സ്തുതികൾക്ക് യോഗ്യനായി. ഓ ഇതുപോലില്ലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. I love you, Lord. I worship your majesty, Lord. I thank you for your holy presence here, Lord. ഇതുപോലില്ലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഓ എന്റെ താതന്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ പറയാമോ അപ്പനോട്? എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. യെസ് ലോർഡ്. തിരുമുൻപിൽ യാഗമാക്കുവാൻ ഉടാദാല ശമരി ബലഗടഗതുര ചുടാരദലഗ ശതുരബന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ we worship you, Lord. Shuramala dhalaraga sigaradala udaradalaga shekere malagadadala യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഓ ആഴത്തിലെന്നോട് ഇടപെടണേ. അങ്ങനെ ആഗ്രഹിക്കുന്നു. ആത്മാവിലെന്നോടൊന്നിടപെടണേ. പറയാമോ അപ്പനോട്? കർത്താവേ ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. Holy Spirit, I thank you, Lord. Odaraba shantala mari baba baba. Oradhala raga sigara mala bari baba baba. Jodara bala bashantura bala gada. Oradhala ga sheri bala batura bala gada.
ഇടപെടണേ. ഓ ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. മണ്ണീർത്തോടിടാ കാംക്ഷിക്കുമ്പോ മണ്ണീർത്തോടിടാ കാംക്ഷിക്കുമ്പോ ആത്മാവിനാ ദാഹിക്കുന്നേ. ജീവനേ എനിക്ക് കീടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീ എനിക്ക് കീടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ോട് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആത്മാവിലെന്നോട് ഇടപെടണേ. ഓ ആഴത്തിലെന്നോട് ഇടപെടണേ. അഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവത്തിന്റെ മക്കൾ അല്പനിമിഷം ചേർന്ന് അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട്. ആത്മാവിലെന്നോ അസാധാരണമായ ദൈവ സാന്നിധ്യം രാത്രി ഞങ്ങളുടെ മധ്യ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ നന്ദി പറയുന്ന കർത്താവേ. ആ കൈകൾ അടിച്ച് അല്പനിമിഷം ദൈവത്തിന് ആരാധന കൊടുത്താണ്. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആ കൈകൾ അടിച്ച് സന്തോഷത്തിന്റെ മഹത്വം കൊടുത്താണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. Every stronghold be put on the name of Jesus Christ. ഈ ജനത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന കർത്താവിന്റെ മുഖം കാണാൻ കഴിയാതെ വേണം, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വേണം, ദൈവ ശബ്ദം കേൾക്കാൻ കഴിയാതെ വേണം, ഈ ജനത്തിന്റെ ഹൃദയദൃഷ്ടി കുരുടാക്കി വെച്ചിരിക്കുന്ന, ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുന്ന സകല പോരുകളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ദൈവ മഹത്വം ഈ രാത്രി വെളിപ്പെടേണ്ട കർത്താവേ. കൈകൾ അടിച്ച് അല്പനിമിഷം അന്യഭാഷ ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരുന്നാണ്ട് ദൈവ ശബ്ദം രാത്രി കർത്താവ് ഞങ്ങളുടെ കാതുകൾ കേൾക്കട്ടെ. ദൈവത്തിന്റെ ആലോചന ശ്രമിക്കട്ടെ. ദൈവ മഹത്വം വ്യാപരിക്കട്ടെ. ഈ ജനത്തിന് വിരോധവും പ്രതികൂലവുമായി ശത്രു എഴുതിയ സകല കൈയെഴുത്തുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ മായ്ച്ചു കളയുകയാണ്. തലമുറകൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവിക പദ്ധതിക്ക് വിരോധമായി ദുഷ്ടപിശാച് നീ എഴുതിയ സകല കൈയെഴുത്തുകളെയും ഈ ഞായറാഴ്ച സായാഹ്ന സമയം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശ് മുഖാന്തരം ഞങ്ങൾക്ക് നൽകുന്ന സകല പ്രൊവിഷൻസും സകല അനുഗ്രഹങ്ങളും സകല ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളെയും ഇന്ന് രാത്രി ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും അഴിയട്ടെ. എല്ലാ അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ തകരട്ടെ. എല്ലാ പൈശാചിക തലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ.
ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് പ്രതിയുണ്ട്. ആ കൈകളൊന്ന് ഉയർത്തി എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക്. Can you really see the face of Jesus? ആ തേജസ്സേറിയ മുഖം കാണുന്ന എത്ര പേരുണ്ട് രാത്രി? ഹോവയെ തിരിഞ്ഞ ബസ് എത്ര മനോഹരം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അല്പനിമിഷ ദൈവത്തോടെ സംസാരിച്ചുണ്ട്, അന്യഭാഷ ദൈവത്തെ സംസാരിച്ചുണ്ട്. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ഹദീത്തിന്റെ ആഴ്ത്ത പറയുന്ന രണ്ട് കൈകൾ ഉയർത്തി ആരാധന 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 അങ്ങേയ്ക്കാരാധന. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. I worship you, Lord, and we thank you for your holy presence here, Lord. We thank you for your mighty presence this night, Lord. തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം രാത്രിയുടെ മുറികളിൽ ഇറങ്ങി വന്നിരിക്കുക. അതൊക്കെ മനസ്സിലാക്കാനുണ്ട്. എനിക്ക് റിയലി ഫീൽ ഇറ്റ്. തേജസ്സേറിയ ദൈവ സാന്നിധ്യം രാത്രി ഈ ജനത്തെ മൂടുന്ന കൃപയ്ക്കായി നിനക്ക് നന്ദി പറയുന്ന കർത്താവേ. We worship your majesty, Lord. We worship your throne, Lord. We worship your holy name. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, തേജസ്സേറിയ ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കും. We thank you for your mighty presence here, Lord. We worship your presence, Lord. തിരുമഹത്വം ഞങ്ങളുടെ മധ്യ ഇറങ്ങി നിൽക്കുന്നത്, സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങി നിൽക്കുന്ന കൃപയ്ക്കായി നിനക്ക് നന്ദി പറയും. രാത്രി കൊതിയോടെ നിന്റെ അടുക്കൽ നിങ്ങളുടെ എല്ലാ മക്കളെയും തദൃശ്യക്കാരെ തൊട്ട് നീ അനുഗ്രഹിക്കണം കർത്താവേ. ഒരാചാരപരമായ ഒരു കർത്താവേ മതത്തിന്റെ ചടങ്ങ് അനുഷ്ഠിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. We are here to see thy face, Lord. We are here to hear thy voice, Lord. ഇന്ന് രാത്രി നിന്റെ ശബ്ദം കേൾക്കാം. നിന്റെ മുഖം കടഞ്ഞാൽ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, നീ കഴിയാത്തതൊന്നുമില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് തീച്ചുളുടെ മധ്യത്തിലും ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നൊരു കർത്താവ്, ആഴിയിൽ പാത ഒരുക്കുന്നവൻ, തീക്കൽ പാറിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നവൻ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഈ സന്ധ്യാസയുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യും. ഞാൻ അറിയാതിരിക്കാൻ ഓമന പേർ ചൊല്ലി വിളിച്ച കർത്താവ്, ലോക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തവനായ കർത്താവ്, ഈ വലിയ ഭാഗ്യത്തിനായി നിനക്ക് നന്ദി പറയും. ഇന്ന് രാത്രി രക്ഷയുടെ സന്തോഷം ഈ മകടകത്തിൽ കർത്താവ് പകർന്നു കൊടുക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ഒരു സാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ
വിലയേറിയ നാമത്തിൽ തന്നെ ഒത്തിരി സന്തോഷമുള്ള ദൈവം കരങ്ങൾ അടിച്ച് കർത്താവിന് സന്തോഷത്തോടെ ആവേശത്തോടെ മഹത്വപ്പെടുത്തിക്കവിടെ സന്തോഷത്തോടെ കൈകളെ തട്ടി. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴൊരു നാദ്യം ഇരിക്കുമെന്ന് പറയാൻ തന്നെ. പൊന്നു ദൈവമക്കളെ, ഇങ്ങനെ സ്നേഹിക്കുന്നൊരപ്പൻ, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം ഈ ഉലകത്തിൽ മറ്റേത് ജാതിക്കാനുള്ളത്? നമുക്ക് എങ്ങനെ അപ്പൻ്റെ അടുക്കൽ മൗനമായിട്ടിരിക്കാൻ പറ്റും? എങ്ങനെ ഈ രാജാവിൽ നിർവികാരനായിട്ടിരിക്കാൻ പറ്റും? ഒരു മതത്തിൻ്റെ ആചാരം അനുഷ്ഠിക്കാൻ വന്നവരല്ല. എത്ര കാമയം പറയാൻ പറ്റും? ജീവൻ തന്ന് സ്നേഹിക്കുന്ന അപ്പൻ്റെ അടുക്കലാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ അപ്പനെ കണ്ട ആവേശം നമ്മുടെ മുഖത്ത് എത്ര പേർക്കുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അധികം സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ പറഞ്ഞ ഇറ്റ്സ് സോ ഗ്രേറ്റ്. ഇത്ര സൗഭാഗ്യം ഇച്ഛിതിയിൽ ഇല്ല മറ്റെങ്ങും എന്ന് പാടാൻ എനിക്ക് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഭാഗ്യം. മനുഷ്യ ഒരൊറ്റ സമാധാനം കണ്ടെത്താൻ കഴിയാതെ, സ്വസ്ഥതയില്ലാതെ, സുരക്ഷിതത്വം ഇല്ലാതെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഭയത്തിനടിമകളായിരിക്കുമ്പോൾ എന്നോട് നിങ്ങൾ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ അറിയാതെ ഒരു തലമുടി നിലത്ത് വീഴത്തില്ല. ഒന്ന് കൈയടിച്ച് അപ്പന് മഹത്വം കൊടുക്കുന്നേ. ഇങ്ങനെ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ. ദൈവമക്കളെന്നും വിളിക്കുന്നത് എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പലരുടെ മൊത്തം സന്തോഷം എന്തുകൊണ്ടാണ് ഇതിനകത്ത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് നമ്മൾ പറയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളിടയ്ക്ക് ചർച്ച തമിഴ് പാടുന്നൊരു പാട്ട് പാടാറുണ്ട്, ഒരിത്തിരി സന്തോഷത്തോടെ ഒരു പാട്ടാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാടാറുണ്ട്. എന്നെ എന്നാനന്ദം, എന്നെ എന്നാനന്ദം സൊല്ലക്കൂടാതെ. അറിയാമോ നിങ്ങളത്? എന്നെ എന്നാനന്ദം, എന്നെ നിങ്ങൾ പാടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആ സന്തോഷം മുഖത്തുനിന്ന് പ്രകടിപ്പിച്ച അത് കടങ്ങൾ അടിച്ചൊരു പ്രാവശ്യം കൂടെ അപ്പറന്ന് മഹത്വം കൊടുത്തേ, അപ്പറന്ന് മഹത്വം കൊടുത്തേ. സന്തോഷത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ആവേശത്തോടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ, എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല നിങ്ങൾ എന്നെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്. ഞാനൊരു ട്രഡീഷണൽ ഒരു നിങ്ങളെ ഇമോഷണലി ഇളക്കി മറിക്കുന്നൊരു പ്രസംഗമൊന്നും പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചുരുക്ക സമയം ചില കാര്യങ്ങൾ ജസ്റ്റ് ദൈവം എന്നോട് എനിക്ക് തന്ന ചില വെളിപ്പാടുകളെ സ്നേഹത്തോടെ നിങ്ങളോട് വളരെ സാവകാശം പങ്കിടുവാൻ വേണ്ടിയിട്ടുള്ള സമയം ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു മതത്തിൻ്റെ ആചാരത്തിനകത്ത് നമ്മൾ കുടുങ്ങി കിടക്കുന്നവരാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് എൻജോയ് ചെയ്യാനും, ഈ വിശുദ്ധ വേദപുസ്തകം നമുക്കൊണ്ട് എഴുതിയിരിക്കുന്ന 10,000 വാഗ്ദത്തങ്ങളെ അത് വായിക്കുമ്പോൾ തന്നെ തുള്ളിച്ചാടാൻ തോന്നുന്ന എത്രയോ പ്രോമിസുകളാണ്. ആമേൻ. ദ പ്രൊവിഷൻസ് ഓഫ് സൺഷിപ്പ്. കർത്താവിൻ്റെ മക്കളായി തീർന്ന കാരണം കൊണ്ട് മാത്രം ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാതെ, only because you are born from above, born by the Spirit of God, ദൈവത്തിൻ്റെ ലീഗൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആയിട്ട് ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലീഗലി ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മക്കളെങ്കിലോ അവകാശികളോ അത്രയും. അപ്പം അങ്ങനെ ഒത്തിരി അവകാശങ്ങൾ പൈശാചിക ആധിപത്യങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ, രോഗങ്ങളുടെ മേൽ, ആധിപത്യങ്ങളുടെ മേലൊക്കെ ഈ ഭൂമിയിൽ അധികാരം പ്രാപിച്ച ഒരേ ഒരു കൂട്ടരാണ് ഇന്ന് ഈ സൂമിഡ് വിശ്വസിക്കാൻ തിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരാണ്? പക്ഷെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ എന്തോ നഷ്ടപ്പെട്ടതുപോലെയൊക്കെ വല്ല പിഴിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദാവീദ് രാജവസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് തുള്ളിച്ചാടിയതുപോലെ നമുക്ക് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ, അത്ര മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആവേശം, അങ്ങനെ ഒരു വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒത്തിരി സന്തോഷം. ഇങ്ങനെ ആ ദൈവത്തെ ദൈവമായിരിക്കുന്ന ഒരു വ്യക്തി അറിയുക, നമുക്കിതിൻ്റെ പ്രൊവിഷൻസിനെ നമ്മൾ തിരിച്ചറിയുക. ഇത്രയും അനുഗ്രഹങ്ങളെ നൽകിയ ദൈവത്തിൻ്റെ മക്കൾ ഉല്ലസിച്ചാർക്കേണ്ടി വരാം. ആ നിലയിലേക്ക് സർവശക്തനായ ദൈവം
നിങ്ങൾ നടത്തേട്ടെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പറയുന്നത് ദാസൻ പാസ്റ്റർ ജോഷുവിനെ ഒത്തിരി സ്തുതിക്കുകയാണ്. ഇത്രയും പേരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന വലിയ ദൗത്യത്തെ, വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയം. ഞാൻ ആദ്യമായിട്ടാണല്ലോ നമുക്ക് കേട്ടത്. എൻ്റെ പേര് തുളസീധരൻ എന്നാണ്. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ വടക്കേ അറ്റമുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഒറ്റ ക്രിസ്ത്യാനിയും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവരുടെ കാത്തലിക് ഫാമിലി പോലും ചില ഏരിയയിൽ ഒരു 40 കിലോമീറ്റർ യാത്ര ചെയ്താലും ഒറ്റ ക്രിസ്ത്യൻസും ഇല്ല. എൻ്റെ ചർച്ചയിൽ 500-ലധികം ആൾക്കാർ കൂടുന്നുണ്ട്. അതിനകത്ത് ഒറ്റ വ്യക്തികളും ക്രിസ്ത്യൻ പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളില്ല. എല്ലാവരും ഈ ജനറേഷനിൽ ഹൈന്ദവ മാർഗത്തു നിന്നും ഇസ്ലാം സമുദായത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്ന വ്യക്തികളാണ്. ഒത്തിരി വിടുതലുകൾ, മരണാസന്നമായ ഒത്തിരി രോഗങ്ങൾ, ഒരുപാട് പ്രതികൂലങ്ങൾ, അസ്വസ്ഥതകളൊക്കെ കടന്ന ജീവിതങ്ങളെ യേശു ഇന്നും ജീവിക്കുന്നു. ഈ വേദപുസ്തകത്തിലെ വചനങ്ങളൊക്കെ ഇന്ന് സത്യമാണ്. അവൻ ഇന്നും മരിച്ച ഉയർപ്പിക്കാൻ മതിയാവനാണ് എന്ന് പ്രസംഗിക്കുകയല്ല, അത് പ്രായോഗികമായി തെളിയിച്ചത് മുഖാന്തരം. ഞങ്ങളൊക്കെ കൊല്ലുവാനും വെട്ടുവാനും ഒക്കെ ഒത്തിരി ആൾക്കാർ പല പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലെ, കർത്താവ് സഭയെ ഞങ്ങൾ ഈ ദേശത്ത് തന്നെ, ഈ പ്രദേശത്ത് രാജാരവിവർമ്മയുടെ കൊട്ടാരം നിലനിൽക്കുന്ന കൊട്ടാരത്തിനടുത്തുള്ള ഒരു പുരാതന ക്ഷേത്രത്തിലെ പൂജാരി കുടുംബത്തിലെ 12 മക്കളിലെ 11ാമത്തെ വ്യക്തിയാണ് ഞാൻ. എനിക്ക് മൂത്ത 10 പേരുണ്ട്. എൻ്റെ ഇളയ ഒരു പെങ്ങളുണ്ട്. എൻ്റെ സഹോദരിമാരിൽ 8 സഹോദരിമാരും 3 സഹോദരന്മാർ എനിക്കുള്ളത്. അതിൽ 5ാമത്തെ സഹോദരി ജനിക്കുമ്പോൾ, അന്ന് ഞങ്ങളൊക്കെ ആചാരപ്രകാരം ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ചെയ്യുന്നത് ജ്യോത്സ്യനെ കൊണ്ട് ജ്യോതിഷം എഴുതിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും നേരത്തെ ആദ്യമൊക്കെ പെൺമക്കൾ ജനിച്ചതുകൊണ്ട് 5ാമതൊരു മകൾ ജനിച്ചപ്പോൾ ഭയങ്കര നിരാശയായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് അപ്രാവശ്യം ജ്യോത്സ്യനെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ജ്യോത്സ്യൻ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഭാഗ്യവാനാണോ, ഈ മകൾക്കൊരു നിധി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ നിധി കൊഴിയെടുക്കുന്ന കാലമാണ്. ആ സമയത്ത് ഈ 5ാമത്തെ മകളെ നിധി എടുക്കാൻ വേണ്ടി കുടുംബത്തിലെ പൂജാകർമ്മങ്ങളൊക്കെ ആ മകളാണ് ചെയ്തത്. കുഞ്ഞുനാളിലെ അങ്ങനെ പരിശീലിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ വിലമതിക്കാൻ കഴിയാത്തൊരു നിധി 13ാമത്തെ വയസ്സിൽ, ആമേൻ, ഒരു ക്രിസ്ത്യാനിയും ഇല്ലാത്ത ഈ ദേശത്ത് പുനരുള്ളതായ ഒരു മർത്തമ മിഷണറി വളരെ അവിചാരിതമായിട്ട് ദേശത്ത് വന്നു. അധികം നാളിവിടെ നിൽക്കാൻ എനിക്ക് സാഹചര്യങ്ങളില്ലായിരുന്നുവെങ്കിലും നിന്ന സമയത്തൊക്കെ അദ്ദേഹം ഞങ്ങളുടെ ഏകദേശം 2 മാസം ഒരു വാടക വീടിനിവിടെ അന്വേഷിച്ചു. പക്ഷേ ക്രിസ്ത്യാനി ആയതൊരു നാട്ടുകാർ ഭവനം കൊടുത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ ഒരു ദിവസം ഒരു ഭവനം കൊടുക്കാൻ വ്യക്തി തയ്യാറായി. അത് എൻ്റെ വീട് നേരെ ഓപ്പോസിറ്റുള്ളൊരു വീട്ടിലായിരുന്നു. ആ മിഷണറിയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ വീട്ടിലിരുന്നാൽ കേൾക്കാം. അന്ന് 8ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ സഹോദരി സംഗീതത്തോട് ഒത്തിരി താല്പര്യമുള്ളതുകൊണ്ട്, യേശുവിനുള്ള ഇഷ്ടം കൊണ്ടല്ല, സംഗീതത്തോട് താല്പര്യമുള്ളതുകൊണ്ട് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി അന്ന് എന്നെ എടുത്തുകൊണ്ട്, ഞാൻ വളരെ ചെറിയ കുഞ്ഞാണ്, എന്നെ എടുത്തുകൊണ്ട് ആ ഭവനത്തിൽ ചെല്ലുമായിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യൻ്റെ ജന്മകർമ്മങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഒരു രക്ഷകനുണ്ടെന്ന് ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്നത്. അന്ന് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭീകരമായ ചില രൂപങ്ങളായിരുന്നു ഞങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലും ഞങ്ങളുടെ കുടുംബത്തിലുമൊക്കെ സേവം. അതിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന, മനുഷ്യനോട് കൂടെ ഇരിക്കുന്ന, ആമേൻ, മനുഷ്യൻ്റെ സകല അകൃത്യങ്ങൾക്കും ബലിയായി തീർന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ നിശ്ചയമായ ഒരു ദൈവസങ്കല്പമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണെന്ന് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞു ഹൃദയത്തെ ഒരു വെളിപ്പാട് കൊടുത്തു. പക്ഷെ ഒരിക്കലും ആ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ട് കഴിയാത്തൊരു ജീവിത സാഹചര്യമായിരുന്നു. എങ്കിലും സമയം ലഭിക്കുമ്പോഴൊക്കെ രഹസ്യമായിട്ട് ആമേൻ അവിടെ പോവുകയും പാട്ട് കേൾക്കുകയും, അപ്പോൾ ഈ ബൈബിളൊക്കെ അവിടെ വായിക്കുന്ന കേട്ടിട്ട് ആ ബൈബിൾ വായിക്കാൻ വലിയ കൊതിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഈ ബൈബിൾ ഈ ആൾക്ക് കൊടുത്താൽ എൻ്റെ പിതാവ് ഈ ദേശത്ത് അറിയപ്പെടുന്ന ഒരു നൊട്ടോറിയസ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. ഒത്തിരി അടിപിടി അക്രമങ്ങളൊക്കെ പ്രതിയായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു ബൈബിൾ കൊടുത്താൽ ഈ ദേശത്ത് പിന്നെ നിൽക്കാനൊക്കത്തില്ല എന്നുള്ളതുകൊണ്ട് പല പ്രാവശ്യം ആ മകൾ ആവശ്യപ്പെട്ടെങ്കിലും
നിരുത്സാഹപ്പെടുത്തി മടക്കി അയച്ചു. പക്ഷെ നിർബന്ധമായിട്ടും പിന്നെയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പഴയ ഒരു വേദപുസ്തകം കൊടുത്തു. ആ വേദപുസ്തകം ഒരു മോഷണ വസ്തു കൊണ്ടുവരുന്നത് പോലെ ഒളിച്ച് ഭവനത്തിൽ കൊണ്ടുവന്നതിന് ശേഷം രാത്രി ആരും കാണാതെ ഇതെങ്ങനെയെങ്കിലും വായിക്കാനുള്ള കൊതിയിൽ തലയിനിടെ കവറിളക്കി അതിനകത്ത് വെച്ചു. അന്ന് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ആ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രഹസ്യമായിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് വിളക്ക് വെച്ച് അതിനകത്ത് വെച്ച് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ആ മകളോട് സംസാരിക്കാൻ തുടങ്ങി. വിഗ്രഹാരാധന പാപമാണെന്നും വിഗ്രഹാരാധനയുടെ വേദന വർദ്ധിക്കുമെന്നും ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ, മോചനം പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ തനി അന്ന് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ മുറിക്കാത്തിരിക്കുമ്പോഴും ഹൃദയത്തിൽ മുഴുവനും വേദപുസ്തക വാക്യങ്ങളും മനസ്സ് മുഴുവൻ യേശുവിൻ്റെ മുഖരൂപമായിരുന്നു. പക്ഷേ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മാസവും പൂജകൾ നടത്തും. ആ ദിവസങ്ങളൊക്കെ ഈ സഹോദരി ഉൾപ്പെടെ 3 സഹോദരിമാർ ദേവന്മാർ ദേഹത്തുള്ളി ആവഹിച്ച് തുള്ളുന്ന പതിവുണ്ട്. എന്നാൽ എന്നു മുതൽ ഈ സഹോദരി ബൈബിൾ വായിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ദേവന്മാർ ദേഹത്തിൽ കയറി വരുന്നില്ല, തുള്ളാറില്ല. ഒരു പൂജാരി പൂജ നടത്തുമ്പോൾ വെളിപ്പാട് കിട്ടി കൊണ്ടുവന്നൊരു വ്യക്തി അന്യദൈവത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ വ്യക്തി ഇന്ന് രാത്രി ദൈവത്തോട് ക്ഷമ പറഞ്ഞ് ദേവന്മാരോട് ക്ഷമ പറഞ്ഞ് മടങ്ങി വരണമെന്ന് പറഞ്ഞു. അന്നാണ് ആദ്യമാണ് എൻ്റെ പിതാവ് ഈ മകൾ യേശുവിനെ പ്രാർത്ഥിക്കുന്ന രഹസ്യം മനസ്സിലാക്കിയത്. സ്തോത്രം. ആ പൂജാരി ഏകദേശം 1 മണിക്കൂർ താൻ പഠിച്ച സകല മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ടും ഈ മകളെ തുള്ളിക്കുവാനോ അദ്ദേഹത്തിൻ്റെ ദേവന്മാരുടെ ശക്തി വെളിപ്പെടുത്താൻ കഴിയാഞ്ഞതുകൊണ്ട് ആ പൂജ പൂർത്തിയാക്കാതെ എൻ്റെ പിതാവ് അദ്ദേഹത്തെ മടക്കി അയച്ചു. പക്ഷേ ഒരിടുത്തി വീഴുന്നത് പോലെയാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര കർമാനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കുടുംബത്തിലെ വ്യക്തി അന്യ മതത്തിലൊരു ദൈവത്തെ ആചരിച്ചു കഴിഞ്ഞാൽ 8 പെൺമക്കളുടെ ഭാവിയെല്ലാം തകർന്നു പോകുന്ന ഭയന്ന് എങ്ങനെയെങ്കിലും ഈ മകളെ വിഷയത്തിന് പിന്തിരിപ്പിക്കുവാനായിട്ട് താൻ ആഗ്രഹിച്ചു. തൻ്റെ മുമ്പിൽ വേറൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. 1.5 വർഷം നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നാട് കടത്തി. പക്ഷെ വീണ്ടും മടക്കി കൊണ്ടുവരേണ്ടി വന്നു. അപ്പോഴും പ്രാർത്ഥന തുടർന്നു. എൻ്റെ പിതാവിന് വേറൊരു മാർഗ്ഗമില്ല. ഇനി ഇവളെ കൊന്നില്ല എങ്കിൽ, ഇവളെ വകവരുത്തിയില്ല എങ്കിൽ എൻ്റെ കുടുംബം തകർന്നു പോകും, ഈ സമൂഹം ഒറ്റപ്പെടും, ദേശത്തുനിന്ന് നാട് കടത്തപ്പെടും എന്നൊക്കെ ചിന്തിച്ച് എൻ്റെ പിതാവ് അവസാനമായി തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഈ മകളെ വധിക്കണം. താൻ ചിന്ത ലോകത്തൊരു മനുഷ്യനും അറിഞ്ഞില്ല. പക്ഷേ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യാൻ അതിരാവിലെ കുളിച്ചീറിനോടെ ഉദിച്ചു സൂര്യനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പതിവില്ലാതെ താൻ പ്രാർത്ഥിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം മങ്ങുന്നത് പോലെ തോന്നി. കുറേ കഴിഞ്ഞപ്പോൾ ആ സൂര്യൻ ഒരു ഇരുണ്ട ഗോളമായി മാറുകയും തൊട്ടടുത്ത് മറ്റൊരു പ്രകാശഗോളാകത്ത് പ്രത്യക്ഷപ്പെടുത്തി വളരെ ഭയത്തോടെ നോക്കുമ്പോൾ താൻ എപ്പോഴോ ഏതോ ഫോട്ടോയിലോ കലണ്ടറിലോ കണ്ടു മറന്ന യേശു കർത്താവിൻ്റെ മുഖരൂപം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട പ്രകാശഗോളത്തിൽ പ്രത്യക്ഷമായിട്ട് കാണുവാൻ സർവശക്തനായ ദൈവം ഭാഗ്യം നൽകി. ഒരു മനുഷ്യന് സുവിശേഷം പറഞ്ഞതല്ല, ആ കാഴ്ച കാണുമ്പോൾ ഒരു ശബ്ദം എൻ്റെ കാതുകൾ കേട്ടുന്നതൻ പറഞ്ഞു, മകനെ ഇതൊക്കെയും സൃഷ്ടികളാണ്, സൃഷ്ടികളെയല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. താൻ ഭയന്ന് മുറിക്കകത്ത് കയറിയിട്ട് പറഞ്ഞു, താൻ ചിന്തിച്ചത് താൻ യേശുവിനെ പ്രാർത്ഥിക്കുന്ന മകളെ കൊല്ലാൻ ആഗ്രഹിച്ചതുകൊണ്ട് യേശു തന്നെ കൊല്ലാൻ പ്രത്യക്ഷപ്പെട്ടതാണ് താൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഭയത്തിൽ പറഞ്ഞു, എനിക്ക് നിന്നെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, മദ്യപാനിയായ ദുർമാർഗിയായി എനിക്ക് നിന്നെ പിൻപറ്റാൻ കഴിയത്തുണ്ട്. എൻ്റെ മകൾ അങ്ങയെ ആരാധിക്കുന്ന മകളുണ്ട്, ആ മകളെ അങ്ങയ്ക്ക് വേണ്ടി വിട്ടുതരാമെന്ന് ദൈവത്തോട് അന്ന് പകൽ ഒരു ഏറ്റുപറച്ചിൽ നടത്തി. അങ്ങനെ ആദ്യമായിട്ട് മകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുവാദം കൊടുത്തു. കണ്ടീഷനോടുകൂടി ആ ഒറ്റ സഹോദരങ്ങളോടും യേശുവിനെ കുറിച്ച് പറയുകയോ അവരെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുകയോ ചെയ്യത്തില്ല എന്നുള്ള കണ്ടീഷനിലാണ് പെർമിഷൻ കൊടുക്കുന്നത്. അന്ന് സഹോദരി പറഞ്ഞു, നീ സത്യദൈവമാണെങ്കിൽ എൻ്റെ 11 സഹോദരങ്ങളും അപ്പനും അമ്മയും ദൈവത്തെ അറിയുവാൻ നീ ഒരവസരം ഒരുക്കണം. 17 വർഷം പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. എൻ്റെ മാതാവും പിതാവും
12 സഹോദരങ്ങളും കർത്താവിനെ സ്നേഹിപ്പാൻ, സ്വീകരിപ്പാൻ, രക്ഷിക്കപ്പെടുവാൻ, ജലത്തിൽ സ്നാനമേൽക്കുവാൻ കർത്താവ് ഭാഗ്യം. ഇന്ന് ഞങ്ങൾ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ തലമുറയായിട്ട് മാത്രം 204 പേര് ഈ സ്വർഗീയ സന്തോഷത്തിന് അവകാശികളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. 50ഓളം പേര് ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് കർത്താവ് വിളിച്ചു പോയി. കരങ്ങൾ അടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സന്തോഷത്തോടെ ഇത്ര വലിയ ഒരു ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാൻ, ഇത്ര വലിയ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നിങ്ങൾക്കും ദൈവം എന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ജീവിതത്തിൻ്റെ വാല്യൂ, ഇതിൻ്റെ മഹത്വം അറിയാം എന്നെനിക്ക് അറിയത്തില്ല. ഞങ്ങൾ അത്ര വലിയ ഇരുട്ടെന്ന് വന്നതുകൊണ്ട് എനിക്കറിയത്തില്ല. വി ആർ സോ എക്സൈറ്റഡ്. ആമേൻ. ഇങ്ങനൊരു ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ആവേശവും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. എത്ര മണിക്കൂർ ആ കർത്താവിനെ ആരാധിച്ചാലും ഞങ്ങളുടെ കൊതി തീരാറ്. ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ. ഒരിക്കലും ഇതൊരു മതത്തിൻ്റെ ആചാരം. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ആമേൻ. ജീവനുള്ള ദൈവമായിട്ടുള്ള അദമ്യമായ ബന്ധത്തിനൊരുത്തിരിയുന്ന ആരാധന. ആമേൻ. ആ സ്നേഹം. ആമേൻ. അത് ഞങ്ങൾ അനുഭവിക്കുന്നു. പലപ്പോഴും ഞാൻ ഏറ്റവും വാക്യമുണ്ട്, വളരെ പ്രസക്തമായൊരു വാക്യമാണ്. ദോഷികളായ മനുഷ്യർ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ മാത്രം കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് എത്ര അധികം നന്മ നൽകും. ആ വിശ്വാസമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവമക്കളുടെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്, പ്രതികൂലമുണ്ട്, തീച്ചുകളുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യേ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിക്കുന്നവർ ഒന്ന് കൈകളെ ശക്തമായിട്ട് അടിച്ചൊരു മഹത്വം കൊടുക്കുന്നേ. ഓ രാമ ശാന്താല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിച്ചില്ലേ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? എത്ര സ്തുതിച്ചാലും മതി വരുമോ ഈ വലിയ സൗഭാഗ്യം? ഇരുട്ടിൻ്റെ അധികാരത്തെ വിടുവിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഒരു വിലയും കൊടുക്കാതെ സൗജന്യമായി വിശ്വാസം ലഭിച്ച ഭാഗ്യകരമായ അനുഭവത്തിൽ ആവേശം ഉള്ള ദൈവമക്കൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ആവേശം ഇല്ലെങ്കിൽ എനിക്ക് ഭയം തോന്നുന്നു. സ്തോത്രം. വി ഷുഡ് ബി എക്സൈറ്റഡ്. ആമേൻ. അത്ര വലിയ ഒരു അനുഭവമാണ് ദൈവം തന്നിരിക്കുന്നത് ദിവസങ്ങളിൽ. ആമേൻ. ദൈവങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ക്രിസ്ത്യാനിയും ഇല്ലാത്ത ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഈ ദൈവത്തിൽ തുള്ളിച്ചാടി ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ വിടുതൽ, സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് അവസരം ഒരുക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് രാജ്യത്തിരിക്കുന്നവരായിരുന്നാലും നിങ്ങളുടെ അകത്ത് ആ സന്തോഷം വരട്ടെ, ആ ആവേശം വരട്ടെ. നിങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ ആയിരങ്ങൾ എഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ നമ്മളായിരിക്കുന്ന ഈ സമയം വളരെ ഗൗരവമേറിയ ഒരു സമയമാണ്. 2025 അവസാനിക്കാൻ പോകുന്ന ഡിസംബർ മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2026 നമുക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷേ അതിനെ ഫേസ് ചെയ്യുവാൻ, ചില പ്രശ്നങ്ങളെ ചാടിക്കടക്കാൻ, അതിനെ അതിജീവിക്കാൻ, ആമേൻ, അതിനെ ജയിക്കുന്നവന് ആമേൻ എൻ്റെ ആലയത്തിൻ്റെ തൂണാക്കി നിർത്തും. ആമേൻ. ഏത് പ്രതിസന്ധികളെ ചാടിക്കടക്കാനുള്ള ബലം ശേഖരിക്കുന്ന, സംഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ഈ ഡിസംബർ മാസത്തിലെ ഓരോ ദിവസങ്ങളും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സന്ധ്യ ആയതോളെന്ന് തോന്നുന്നു. ഈ സന്ധ്യാസമയം വി ആർ ഹിയർ ടു റിസീവ് ഫ്രം ഗോഡ്. ആഗ്രഹിക്കുന്ന എത്ര പേരാണ്? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീഴ്ന്ന് പൗലോസ് മുന്നറിയിക്കുന്ന ഈ ദിവസങ്ങളിൽ ആമേൻ ഒരു പ്രിപ്പറേഷൻ, ആമേൻ, ഒരു ആത്മാവിൻ്റെ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഞായറാഴ്ച ഇങ്ങനെ ഇരുന്ന് കൊള്ളാമെന്ന് നമ്മൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ഇൻറ്റിമസി വിത്ത് ഗോഡ്.
ദൈവത്തുള്ള അതുല്യമായ സ്നേഹം നിമിത്തം എന്നെ നടത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കാൻ, എന്നെ വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുതത്തെ ഓർത്ത് ഒരു തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്നിരിക്കുന്ന അസുലഭമായ സന്ദർഭമാണത്. അതുകൊണ്ട് ഈ സമയങ്ങൾ ഏറ്റവും സന്തോഷകരമാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ, ഏറ്റവും സ്വീറ്റസ് ആയിട്ടുള്ള നിമിഷങ്ങളായി തീരുവാൻ സർവ്വക്ഷ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതോ ട്രഡീഷൻസ് നമ്മളെ പിടിച്ച് ആ ദൈവസ്നേഹത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ, ദൈവകൃപയുടെ സ്വീറ്റ്നെസ് അനുഭവിക്കാൻ കഴിയാതെ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ വി ആർ ബൈൻഡഡ് ഇൻ ട്രഡീഷൻ. നമ്മളൊക്കെ ഏതൊക്കെയോ പാരമ്പര്യത്തിനകത്ത് കെട്ടപ്പെട്ടു പോകാനായിട്ടല്ല, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അത് ഉറച്ചു നിൽപ്പീൻ. അർത്തുപാടി നാം ആനന്ദത്തോടെ കീർത്തനം ചെയ്യുന്നു വാഴ്ത്തും യേശു എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ഹൃദയം തുറന്നൊന്ന് പാടാൻ, ആത്മാവിൽ നിറഞ്ഞൊന്ന് പാടാൻ, സകലവും മറന്നൊന്ന് പാടാൻ വരും ദിവസങ്ങളിൽ ആരാധനയിൽ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ച സമയം പോകുന്ന വേഗത്തിൽ ഒരു വേദഭാഗം വായിക്കാം. എനിക്ക് എപ്പോഴും നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല എത്ര സമയം എടുക്കാമെന്ന് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഇൻഡിക്കേഷൻ തരണം, നിർത്തേണ്ട സമയമാകുമ്പോൾ. വേഗം വായിക്കാമോ? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 Corinthians 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഒന്ന് വായിക്കാമോ? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾതോറും പുതുക്കം പ്രാപിക്കുന്നു. മതി. For which cause we faint not. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെട്ടു പോകാതെ. ഹലോ, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഒത്തിരി പരിമിതികളുണ്ട്, ചുറ്റും പ്രതികൂലങ്ങൾ വലയപ്പെട്ടവരാണ്. പക്ഷെ അതിൻ്റെ മധ്യയിൽ നിന്നുകൊണ്ട് ഒരു ദൈവഭക്തൻ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ. ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ, നമ്മുടെ ഭൗതിക മനുഷ്യൻ, നമ്മുടെ മെറ്റീരിയൽ ലൈഫ് ഒരുപാട് ശോഷിച്ചാലും, തകർച്ചകളോ നഷ്ടങ്ങളോ വേദനകളോ പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും പൗലോസ് പറയുന്നു, അതിൻ്റെ മധ്യത്തിലും അധൈര്യപ്പെടാത്തതിൻ്റെ കാരണം, എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ആത്മ മനുഷ്യൻ, ഇറ്റ് ഈസ് റിന്യൂവിങ് ഡേ ബൈ ഡേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും, ഓരോ ആരാധന കഴിയുമ്പോഴും ഞാൻ ഇരുന്ന് വിഷമിക്കാനായിട്ടല്ല, എൻ്റെ ആത്മ മനുഷ്യൻ പുതുക്കം പ്രാപിച്ച് പറയും, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്തെ ഞാൻ പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലും, എനിക്ക് യുദ്ധം നേരിട്ട് ഞാൻ ഭയപ്പെടുകയില്ല, യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചമാണ്, ഞാൻ ആരെ പേടിക്കും. ദൈവത്തിൻ്റെ വചന, ദൈവത്തിൻ്റെ ശക്തിയാൽ ഓരോ നിമിഷവും റിന്യൂഡ് ആകുന്ന ഏത് ഭക്തനും പറയാൻ പറ്റുന്നത്, പുറമേ ഉള്ള എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം ക്ഷീണങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം തകർച്ച വന്നാലും, ഐ ആം നോട്ട് ഡെസ്പറേറ്റ്. ഞാൻ ഒരിക്കലും തളർന്നു പോകത്തില്ല, ഒരിക്കലും ക്ഷീണിച്ചു. ആകയാൽ ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ ഞങ്ങളുടെ പുറമേ ഉള്ള അവർ മെറ്റീരിയൽ ലൈഫ്, അവർ ഫിസിക്കൽ ലൈഫ്, നാൾക്ക് നാൾ ക്ഷയിച്ചാലും ഞങ്ങൾ അധൈര്യം. കാരണം എൻ്റെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ക്വസ്റ്റ്യൻ, എത്ര പേർക്ക് ഓരോ ദിവസം കഴിയുന്തോറും ആത്മസാന്നിധ്യം അനുഭവിച്ച് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. എന്താ വളരുക എന്ന് പറഞ്ഞാൽ ദൈവത്തുള്ള സ്നേഹത്തിൽ വളരുക. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിർഭാഗ്യവശാൽ ഇന്ന് സഭയ്ക്കകത്ത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആത്മീക വർധനമെന്ന് പറഞ്ഞാൽ കൈയടിച്ച് പാടുന്നതല്ല, അന്യഭാഷ പറയുന്നതല്ല. ദർസ് ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ്. മനസ്സ് നിർത്താൻ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തുള്ള അധമ്യമായ ബന്ധം അതുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ആഴമേറിയൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കണം. പുറമേ ഉള്ളൊരു ആചാരമല്ല. The relationship should bring power. ആത്മശക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആത്മീയ ബന്ധത്തിൽ നിന്നുണ്ടാകണം. ഓരോ നിമിഷവും പറയണം, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. കൈ കൊടുത്ത് പറയാമോ? പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പറയാമോ? പിരിയിൽ ഇനിയും മരണം വരെയും, പിരിയിൽ ഇനിയും മരണം വരെയും, മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും, മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും. പറയാമോ അപ്പനോട്? ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരാ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഓരോ നിമിഷം ക്ലോസ് ടു ഹിം. അപ്പനോടൊന്ന് ചേർന്ന് നടക്കാൻ, അപ്പനോട് സംസാരിച്ചുകൊണ്ട് നടക്കാൻ, അപ്പൻ്റെ സ്നേഹം അനുഭവിപ്പാൻ, അവൻ്റെ ശക്തിയുടെ അത്യന്ത കൃപയാൽ നിറയപ്പെടുവാൻ രാത്രി വാഞ്ചയോട് വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ അപ്പന് മഹത്വം കൊടുക്കുക. Lord, I thank you for this wonderful time, Lord. I thank you for the holy presence here, Lord. ഞങ്ങളുടെ പുറമേയുള്ള ഭൗതിക മനുഷ്യൻ, ഭൗതിക ജീവിതത്തിന്റെ മേഖലകൾ കർത്താവെ ക്ഷയിച്ചാലും we are so happy. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ അക്കമയുള്ള ആത്മ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നതിന് I am growing in his love, Lord. കർത്താവിന്റെ സ്നേഹത്തിൽ വളരാൻ കഴിയുന്നത് കൊണ്ട്, വിശ്വാസത്തിൽ വളരാൻ കഴിയുന്നത് കൊണ്ട്, ദൈവശക്തിയിൽ എനിക്ക് വളരാൻ കഴിയുന്നുണ്ട്. കർത്താവെ, നിനക്ക് നന്ദി പറയാൻ കഴിയുന്ന എത്ര പേരാണ്? കൈവത്തരി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഒത്തിരി മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വളരാൻ കഴിയാത്തത്? ഒന്ന് രണ്ട് വാക്യം പറഞ്ഞ് പെട്ടെന്ന് നടത്താം. നമ്പർ 1, ആമേൻ. ഹോശേയ പ്രവചനം 4-6 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പിന്നെ എടുത്ത് വായിച്ചാൽ മതി. ആമേൻ. ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് നോളജ്, ആമേൻ, പരിജ്ഞാനം ഇല്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഇതേ വാക്യം സദൃശ വാക്യത്തിൽ പറയുന്നു. 28-19 വാക്യത്തിൽ പറയുന്നു, where there is no vision my people perisheth. വെളിപ്പാടില്ലാത്ത ഇടത്ത് എൻ്റെ ജനം നശിച്ചു പോകുന്നു. ക്രിസ്തുവിൽ വളരാൻ കഴിയാത്തതിൻ്റെ കാരണം, ആത്മീയത്തിൽ വിജയിക്കാൻ കഴിയാത്തതിൻ്റെ പ്രഥമമായ കാരണമെന്ന് പറയുന്നത് വിശുദ്ധ വേദോസ്തവം പഠിപ്പിക്കുന്നു, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് നോളജ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 15-ാം അധ്യായം തുടങ്ങുന്നത്, നിങ്ങളുടെ വിശ്വാസവും വിശുദ്ധന്മാരുള്ള നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഓർത്ത് നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ ഞാൻ മുട്ടുകുത്തി മറ്റൊരു കാര്യമുണ്ട്, നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിപ്പാൻ. സ്തോത്രം പറയാമോ? വി നീഡ് എ വിസ്ഡം. ആമേൻ. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിക്കുന്നതല്ല. ആമേൻ. നമ്മളൊരു വിധമൊക്കെ പാട്ടിലൊക്കെ പാടും, അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവീടാമേ. അതിനും ഒക്കെ അപ്പുറമാണ്. തേജസ് വാരി ഉടുത്തവൻ,
ശൂന്യയെ നോക്കി കൽപ്പിച്ചപ്പോൾ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തിയവൻ ആ ദൈവത്തിന്റെ മകനാണ് ഞാനെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? I am the son of the living almighty God. ആ വെളിച്ചം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അടിക്കുമ്പോൾ, ആമേൻ, we feel we are something great. ആമേൻ. ഇങ്ങനൊരു ദൈവത്തെ കണ്ടെത്താൻ, ആമേൻ. പലപ്പോഴും ദൈവത്തിന്റെ നമുക്ക് ഇന്ന് ഈ രാത്രി മുഴുവനും വിശദീകരിച്ചാലും ആ ദൈവത്തിന്റെ മഹത്വം എനിക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് പറ്റത്തില്ല. അതൊരു സമുദ്രം പോലെ ആഴമേറിന്റെ മഹത്വം വർണ്ണിക്കാൻ കഴിയത്തില്ല, നാവ് കൊണ്ട് വിശദീകരിക്കാൻ കഴിയത്തില്ല. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. ആ ദൈവത്തിന്റെ മകനാണ് ഞാനെന്ന് ഒരു പെന്തക്കോസ്തേമിൽ പറഞ്ഞ് കളയാനായിട്ടല്ല. You should feel it. Amen. Amen. കാൺമീൻ നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മോശയോട് ദൈവം പറയുമ്പോ, നീ മിസ്രയീമിൽ പോയി ഫറവോനോട് പറയണം, ഈ ജനത്തെ വിട്ടയക്കാൻ ധൈര്യത്തോടെ പറഞ്ഞു വിട്ടത് ഞാനാക്കുന്നവൻ ഞാനാകുന്ന നല്ല ചെയ്ത ദൈവമാണ്. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ഐ ആം ദാറ്റ് ഐ ആം. ആമേൻ. നിങ്ങൾക്ക് എന്നെ എങ്ങനെയൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? വാട്ട് എവർ യു ബിലീവ് ഓഫ് മീ, ദാറ്റ് ഓൾ ആം ഐ. ആമേൻ. രാത്രി സൗഖ്യദായകരെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കർത്താവ് പറയും, ഐ ആം യുവർ യഹോവ റാഫ. ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നീ ഏകാന്തതയിലാണെങ്കിൽ, നീ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, എൻ്റെ കർത്താവിന് വേറെ പേരും കൂടെയുണ്ട്. ഐ ആം ദ യഹോവ ശമ്മ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. കൈകളെ തടിയത്തിന് മഹത്വം കൊടുക്കാം. ഏത് പ്രതിസന്ധി വേളകളിലും തീച്ചുളയ്ക്കകത്ത് വലിച്ചെറിയുമ്പോൾ നിനക്ക് മുമ്പേ പ്രശ്നത്തിന് മത്തി ഇറങ്ങി വരുന്ന യഹോവ ശമ്മ. എത്ര പേര് വിശ്വസിക്കുന്നു? And we are sitting before the യഹോവ ശമ്മ. കൂടെ ഇരിക്കുന്ന ഒരപ്പന്റെ അടുക്കലായിരിക്കും വിശ്വസിക്കുന്ന എത്ര പേര്? പ്ലീസ്, ദിസ് ഈസ് നോട്ട് എ റിലീജിയസ് ആക്ടിവിറ്റി. ആമേൻ. വി ആർ ലിറ്ററലി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന, നിന്റെ ഹൃദയ ഭാരത്തെ എടുത്തു മാറ്റാൻ കഴിയുന്ന, ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ സകലത്തെ ഉളവാക്കി വരുത്താൻ കഴിഞ്ഞ സ്വർഗത്തിലെ ദൈവം നിന്നെ മകനായിട്ട് സ്വീകരിച്ച് നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പായി എൻ്റെ സ്ഥിതിയെ കർത്താവ് മാറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈകൾ അടിച്ച് അപ്പന് ഒന്ന് മഹത്വം കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആത്മാവിൽ കണ്ണ രാത്രി ചില കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുക. സ്തുതിച്ചാട്ട് ദൈവമക്കളെ. ചില നിരാശയുടെ ബന്ധത്തെ അഴിച്ചു മാറ്റുകയാണ്. ശത്രു അടച്ച് ചില വഴികളെ തുറന്നു തരും. കരമടിച്ച് സ്വീകരിക്കട്ടെ. ഈ വെളിപ്പാട് ഹൃദയത്തിൽ മാറ്റിമറിക്കാൻ പോവുകയാണ്. പൗലോസ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു, അവനെന്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനാണ്. ആമേൻ. എനിക്ക് വേണ്ടി ആടിയിൽ പാത ഒരുക്കുന്നവൻ, എനിക്ക് വേണ്ടി തീ പാറുന്ന പാറയ്ക്കകത്തുനിന്നും ആമേൻ ആമേ വെള്ളം തരാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്ക് എന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ. ഓ രാമ ലബ റബ ശംധല മരകടതല. വായുകളെ തുറന്ന് അന്യഭാഷ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ ഇരിക്കുന്ന രാജ്യം വിടുവിക്കപ്പെടും, നീ ഇരിക്കുന്ന ദേശം വിടുവിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നു? പറ, എന്നോട് കൂടെ ഈ രാത്രി ഉള്ളവൻ ഈ ലോകത്തിലുള്ള സകല ശക്തിയേക്കാൾ വലിയവനാണ്. ഉടമ റബ ശമ ലഗടക ജഗലധര ഉടകലഗടക ശംധല രഗത്തുരഗതല. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചെത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന മുറിക്കകത്തുനിന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നതിന്. ബിക്കോസ് ഹി ഈസ് മൈ ഫാദർ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ആ ദൈവം എനിക്ക് അപ്പനാണ്.
തീർന്നില്ല. ഒരായുഷ്കാലത്ത്, ഒരു ജീവിതത്തിന്റെ ആയുഷിന്റെ പകുതി സമയവും ആമേൻ നീ പരാജിതനാണെങ്കിൽ നിന്നോട് കർത്താവ് പറയുന്നു, എനിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഐ ആം ദ യഹോവ നിസ്സി. ഇന്ന് മുതൽ ഞാൻ നിന്റെ ജയത്തിന്റെ കൊടിയാണ്. നിന്റെ പിതാവ്, അപ്പ, പിതാവ് എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യക്കുന്ന ആ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ഐ ആം ദ യഹോവ നിസ്സി. ഞാൻ നിന്റെ ജയം. എത്ര പേര് വിശ്വസിക്കുന്നു? കൺഫസ് ചെയ്യാത്ത പേരാണ്. ഇന്നലെ വരെ ശത്രു നിന്നെ പരാജയപ്പെടുത്തിയെങ്കിൽ, വഞ്ചകനായ പിശാച് നിന്റെ ഹൃദയത്തിനകത്ത് പരാജയത്തിന്റെ ബോധമിട്ടെങ്കിൽ, പലതും ഫേക്കായി പരാജയപ്പെടുത്തി കാണിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറ, ഐ ബിലീവ് ഇൻ എ ഗോഡ് ആൻഡ് ഹിസ് നെയിം ഈസ് യഹോവ നിസ്സി. ഹല്ലേലൂയ. And he is my father. എത്ര പേര് വിശ്വസിക്കുന്നു? കൈകൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നേ. Receive his promise. You receive the mighty power of his word. എൻ്റെ വചനം, എൻ്റെ വായിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം, അത് വെറുതെ പോയി വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. എന്തുദ്ദേശത്തെ എഴുതപ്പെട്ടോ, എന്തുദ്ദേശത്തോടെ കൽപ്പിച്ചോ, ഞാൻ ഈ വചനം പ്രസ്താവിക്കുമ്പോൾ ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ ആ വചനത്തിന്റെ ശക്തി പ്രവർത്തിക്കാൻ പോകുന്നതിന്. How many can really believe the word of God? എത്ര പേർക്ക് വാസ്തവമായി ഇന്ന് രാത്രി ആ വചനത്തിന്റെ ആധികാരികത വിശ്വസിക്കാൻ കഴിയും? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ എണ്ണിത്താമെ തികയ്ക്കാൻ കഴിയാത്ത നക്ഷത്ര വ്യൂഹങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഒരു സൃഷ്ടിയെ വിളിച്ചു വരുത്തുവാൻ, ഒരത്ഭുതം ചെയ്യുവാൻ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ആരും ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നെങ്കിൽ നിനക്കൊരു തലമുറയെ തരുവാൻ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ നിന്റെ ജോലി പരിഹാരം തരുവാൻ, വിസാടിക്കാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, we believe in a God of miracles. And his name is Jehovah Nissi. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ? ഹല്ലേലൂയ. തീർന്നില്ല. ആമേൻ, ആമേൻ. നീ രോഗിയായി ഡോക്ടർമാർ നിനക്ക് ആമേൻ അവസാനത്തെ വിധി എഴുതിയെങ്കിൽ, സകല ഡയോഗ്നോസിസും ആമേൻ നിന്നെ തകർക്കുന്നതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ സഹിതത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഐ ആം ദ യഹോവ റാഫ. ഐ ആം യുവർ ഹീലർ. കൈ ഉയർത്തി ആമേൻ പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? I trust in your holy name. Shekemalamaraba. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും വേറെയും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല. പറയാമോ വാ തുറന്ന്? എൻ്റെ പ്രിയനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം.
എന്റെ യേശുവിനു മഹത്വം, എന്റെ പ്രാണപ്രിയ. കൈകളെ തട്ടി സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കും. ഞാൻ പാടിയ രാത്രി മുഴുവനും പാടിക്കൊണ്ടിരിക്കും. നമ്മുടെ സമയം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? My God is my healer. My dad is my healer. എത്ര പേർ വിശ്വസിക്കുന്നു? രാത്രി കർത്താവ് പറയുന്നു, I am that I am. നിനക്ക് എങ്ങനെയൊക്കെ ആയിത്തീരണമോ അതെല്ലാമാണ് ഞാൻ. If you need healing, I am the healer. നീ ആവശ്യം